ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ്. എം.കോം സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മൾ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പെർഫോമൻസ് മെഷർമെൻ്റ് ആണ് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കാണുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് റെസിഡ്വൽ ഇൻകം, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, കമ്പാരിസൺ ബിറ്റ്വീൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റെസിഡ്വൽ ഇൻകം, എക്കണോമിക് വാല്യൂ ആഡഡ് മെത്തേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ പ്രോബ്ലംസ്, ക്യാഷ് ഫ്ലോസ്. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരു ഫിനാൻഷ്യൽ മെഷർ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഫിനാൻഷ്യൽ മെഷറിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള മെഷേഴ്സാണ് പഠിക്കുന്നത്. ബാക്കി 3 മെഷേഴ്സിനെ കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് മുൻപുള്ള വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫിനാൻഷ്യൽ മെഷറായിട്ടുള്ള റെസിഡ്വൽ ഇൻകം എന്താണെന്ന് നോക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് റെസിഡ്വൽ ഇൻകം എന്ന് പറയുന്നത്. റെസിഡ്വൽ ഇൻകം ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ദ ഡിസൈർഡ് മിനിമം റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് നമ്മൾക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്, ടാക്സ് കൊടുക്കുന്നതിന് മുൻപുള്ള നമ്മുടെ നെറ്റ് പ്രോഫിറ്റും നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള മിനിമം റിട്ടേൺ ഉണ്ടാവുമല്ലോ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റെസിഡ്വൽ ഇൻകം എന്ന് പറയുന്നത്. It is the amount of income earned in excess of a predetermined minimum rate of return on assets. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു മിനിമം റിട്ടേൺ ഉണ്ടായിരിക്കും. അത് നമ്മൾ മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും ഏൺ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അതിൽ കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ റെസിഡ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി റെസിഡ്വൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. റെസിഡ്വൽ ഇൻകം ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഡിസൈർഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഇതാണ് നമുക്ക് റെസിഡ്വൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ്സ് ഇൻറ്റു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ 2 ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് റെസിഡ്വൽ ഇൻകം കാണാനായിട്ട് പറ്റുന്നത്. അതായത് നമ്മൾ ടാക്സ് കൊടുക്കുന്നതിന് മുൻപുള്ള നമ്മളുടെ ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, നമ്മളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് റെസിഡ്വൽ ഇൻകം. നമുക്കിനി ഈ ഒരു മെഷറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് റെസിഡ്വൽ ഇൻകം മെത്തേഡ്. ഫസ്റ്റ് വൺ, എക്സ്പ്രസ് ദ ഇൻകം ഇൻ ആബ്സല്യൂട്ട് വാല്യൂ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇൻകത്തിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ആബ്സല്യൂട്ട് വാല്യൂ, കറക്റ്റ് വാല്യൂവിലാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് കൺസിഡർ ബോത്ത് ദ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ഫ്രം ഓപ്പറേഷൻ. ഇതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇൻകവും അതോടൊപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം രണ്ടിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഇറ്റ് എൻകറേജ് മാനേജേഴ്സ് ടു മാക്സിമൈസ് ഇൻകം ഫ്രം ഓപ്പറേഷൻ ഇൻ എക്സസ് ഓഫ് ദ മിനിമം. അതായത് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കൂടുതലായിട്ട് ഇൻകം അല്ലെങ്കിൽ ഇൻകം ഫ്രം ഓപ്പറേഷൻ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് മാനേജേഴ്സിന് ഇത് എൻകറേജ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മാനേജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇറ്റ് അലൗസ് ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ഡിഫറെൻറ്റ് ഡിവിഷൻസ്. നമ്മൾ പറഞ്ഞു ഓരോ ഡിവിഷൻസിനായിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഡിവിഷൻസിനും ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിമിറ്റേഷൻ ആയിരുന്നു ഇത്. ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺസ് യൂസ് ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലായിരുന്നു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ. സെയിം റേറ്റ് യൂസ് ചെയ്യുന്ന ഡിവിഷൻസിനെ മാത്രമേ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ റെസിഡ്വൽ ഇൻകം മെത്തേഡിൽ നമുക്ക് ഡിഫറെൻറ്റ് റേറ്റ് യൂസ് ചെയ്യുന്ന ഡിവിഷൻസിനെയും സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ റെസിഡ്വൽ ഇൻകം മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു റെസിഡ്വൽ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റിയാണ്. നമ്മൾ പ്രോഫിറ്റബിലിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫറെൻറ്റ് ഡിവിഷൻസിൻ്റെ പെർഫോമൻസ് ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഓരോ ഡിവിഷൻസിനും ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് രണ്ടിനെയും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് എൻകറേജ് എ ഷോർട്ട് റൺ ഓറിയൻറ്റേഷൻ. അതായത് ഒരു ഷോർട്ട് റണ്ണിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു 2 കൺസെപ്റ്റ്സും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റെസിഡ്വൽ ഇൻകം മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്തതായിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റെസിഡ്വൽ ഇൻകവും തമ്മിൽ കമ്പാരിസൺ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ 2 മെത്തേഡും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്.
ബോത്ത് കൺസിഡർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ രണ്ട് മെത്തേഡിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെൻറ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ബോത്ത് ക്യാൻ എൻകറേജ് ഷോർട്ട് റൺ ഓറിയൻറ്റേഷൻ. രണ്ടും ഷോർട്ട് റണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് മെഷറാണ്. പക്ഷേ റെസിഡ്വൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ആബ്സല്യൂട്ട് മെഷറാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രോബ്ലം ഓഫ് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് അറൈസ്. അതായത് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു പ്രോബ്ലം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ വരും. എന്നാൽ റെസിഡ്വൽ ഇൻകം മെത്തേഡിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് സൈസ്, ഇറ്റ് ഈസ് ബെറ്റർ സ്യൂട്ടഡ് ആസ് എ കമ്പാരിറ്റീവ് മെഷർ. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് മെഷറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കമ്പാരിറ്റീവ് മെഷറായിട്ടും ഇതിനെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ റെസിഡ്വൽ ഇൻകത്തിൽ പറഞ്ഞിരിക്കുന്നത് മോർ യൂസ്ഫുൾ ഫോർ എ സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിവിഷനിലേക്ക് വേണ്ടി മാത്രമേ റെസിഡ്വൽ ഇൻകം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ കമ്പാരിറ്റീവ് മെഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു രണ്ട് മെഷറും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ നമ്മൾ റെസിഡ്വൽ ഇൻകം എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം നോക്കി. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും പഠിച്ചു. ഇനി നെക്സ്റ്റ് മെഷറാണ് എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷറാണ് എക്കണോമിക് വാല്യൂ ആഡഡ്. കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. തിയററ്റിക്കൽ ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് എക്കണോമിക് വാല്യൂ ആഡഡ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. റെസിഡ്വൽ ഇൻകം മെഷർ പോലെ തന്നെയുള്ളൊരു മറ്റൊരു മെത്തേഡാണ് എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഈ എക്കണോമിക് വാല്യൂ ആഡഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ബേസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്കണോമിക് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുന്നത്. EVA is the return a firm earns in excess of a company's after-tax operating profit over the required rate of return expected by investors. ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണോ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എത്രയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയിരിക്കണമെന്ന് നോക്കണം. അതായത് ടാക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും എത്ര കൂടുതലാണ്, അതാണ് നമ്മളുടെ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. In short, any surplus generated from operating activities over and above the cost of capital is called EVA. അതായത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ എത്രയാണ് ഏൺ ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എത്ര എമൗണ്ട് നമ്മൾ ഏൺ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര സർപ്ലസ് കിട്ടുന്നു എന്നതാണ് എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്കണോമിക് വാല്യൂ ആഡഡ് കാണാനുള്ള ഇക്വേഷൻസ് നോക്കാം. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. EVA ഈക്വൽ ടു നോപാറ്റ് മൈനസ് TCE ഇൻറ്റു WACC. നോപാറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. TCE എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. WACC എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എക്കണോമിക് വാല്യൂ ആഡഡ് കാണാനായിട്ട് നമ്മൾ ആദ്യം നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് മൂന്നും കണ്ടുപിടിച്ചതിന് ശേഷം ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് EVA. എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ബെറ്റർ പെർഫോമൻസ് മെഷർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ സാറ്റിസ്ഫാക്ടറി മെഷർ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് കോറിലേഷൻ വിത്ത് ഷെയർ ഹോൾഡർ വാല്യൂ ക്രിയേഷൻ. അതായത് ഈ ഒരു മെഷർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെഷറാണ്. അതുകൊണ്ടാണ് അതിന് സാറ്റിസ്ഫാക്ടറി മെഷറാണെന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷനുമായിട്ട് കോറിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ആ ഒരു റിലേഷനെയാണ് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് EVA എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിനും പ്രൈസിങ് ഡിസിഷൻസിനൊക്കെ ഉള്ളൊരു എക്സലൻറ്റ് ടൂളാണെന്നാണ് പറയുന്നത്. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് EVA ഫോക്കസ് ഓൺ 5 കീ ഫാക്ടേഴ്സ് ടു അനലൈസ് ഹൗ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ഈസ് ക്രിയേറ്റഡ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 5 ഫാക്ടേഴ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ 5 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, but before financing cost, the weighted average cost of capital, investment in the business, the rate of return on investment, the competitive advantage period. ഈ 5 ഫാക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. അതായത് ഫിക്സഡ് കോസ്റ്റും വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെ എല്ലാ കോസ്റ്റും, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, എല്ലാ കോസ്റ്റും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോറോഡ് ക്യാപിറ്റൽ മാത്രമല്ല ഇക്വിറ്റി ക്യാപിറ്റലിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് പ്രോഫിറ്റബിൾ സെഗ്മെൻറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളുടെ ഫേമിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഫേമിനെ ഡിസ്ട്രോയിങ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് പ്രോഫിറ്റബിൾ അല്ല ഫെയിലിയർ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് EVA ക്യാൻ ബി യൂസ്ഡ് ടു മോട്ടിവേറ്റ് മാനേജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു മെഷർ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് വൺ അക്യുറേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് മെഷർ. എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെഷറാണ്, അതുപോലെ സ്റ്റാൻഡേർഡ് മെഷറാണ്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വൺ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് വാല്യൂ ആഡഡ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അണ്ടർ CAPM. അതായത് നമുക്ക് എക്കണോമിക് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതോടൊപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കൂടി കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് CAPM, അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ യൂസ് ചെയ്തിട്ടാണ്. അതാണ് പറയുന്നത് നമുക്ക് ആ ഒരു CAPM മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണെന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, EVA ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഇൻഫ്ലേഷൻ. അക്കൗണ്ട് ഇൻഫ്ലേഷൻസ് ഒന്നും ഈ ഒരു മെഷർ കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷറിലെ ലാസ്റ്റ് വണ്ണാണ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു മെഷറിലൂടെ നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ക്യാഷ് ഔട്ട്ഫ്ലോസുമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ക്യാഷിൻ്റെ 3 എഫക്ട്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ് എന്ന് പറയുന്നത്. 4 മെഷേഴ്സാണ് നമ്മൾ പഠിച്ചത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസിഡ്വൽ ഇൻകം, എക്കണോമിക് വാല്യൂ ആഡഡ് ആൻഡ് ക്യാഷ് ഫ്ലോസ്, അങ്ങനെ 4 മെഷേഴ്സ് നമ്മൾ പഠിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷറാണ് എക്കണോമിക് വാല്യൂ ആഡഡ്. അതിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ കുറച്ച് പ്രോബ്ലംസും ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുക. മുൻപുള്ള വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്